ചിത്രകാരി അമ്പിളി തന്നെയാണ് ഇന്ന് മോർണിംഗ് മുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത്. അമ്പിളി, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് മാത്രമായിട്ടൊരു പ്രദർശനം അമ്പിളി തുടർച്ചയായിട്ട് നടത്തുകയാണ്. ഏത് തരത്തിലാണ് ആളുകൾ ഇങ്ങനെ വർഷാവർഷം നടത്തുമ്പോൾ ഇതിൽ എന്തായാലും പുതുമകൾ ആവിഷ്കരിക്കേണ്ടി വരും, അപ്പോൾ മാത്രമാണ് ആളുകൾ അവിടേക്ക് എത്തുള്ളൂ. എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം? ഇതിപ്പം എൻ്റെ ഒരു 11ാമത്തെ എക്സിബിഷനാണ്, സോളോ 7ാമത്തേതും. ഏത് ഗാലറികളിലും അല്ലെങ്കിൽ ഏത് എക്സിബിഷൻ ആയാലും അവിടെ നിന്നൊക്കെ ഭയങ്കര റെസ്പോൺസാണ്. ഇവൻ ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ അതിപ്പോൾ സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നൊരു ഹോബി ഐഡിയ ആണ്. അപ്പം കൂടുതലായിട്ട് എന്താണ് ഇതിനകത്ത് എന്നറിയാനായിട്ടാണ് വെറും സാധാരണക്കാർ പോലും എക്സിബിഷൻ കാണാൻ വേണ്ടി വരാറുണ്ട്. അപ്പം ഒരു പ്രാവശ്യം വന്ന് കണ്ടു, അവർ വീണ്ടും വരുന്നു, പിന്നെ ആൾക്കാരെ കൂട്ടി വരുന്നു. അത് തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അത്രയും നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ പുതിയ പുതിയ ഓരോ എക്സിബിഷനിലും ഓരോരോ പരീക്ഷണങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അതാണ് മെയിൻ. ഇപ്പം ഒരു 10-14 വർഷമായിട്ട് ഗ്ലാസ് പെയിൻറ്റിങ് മാത്രം ഇങ്ങനെ. കാരണം എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ എപ്പോൾ ചോദിക്കാറുണ്ട്, ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കലയാണ്. എനിക്ക് തോന്നുന്നു അമ്പിളി എന്നെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തലം മുതൽ ആളുകൾ ചെയ്തു തുടങ്ങുന്നൊരു, അതിൽ വെറൈറ്റി വരുത്താൻ അതിലെങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തി പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്? അതിൽ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും അത് ഒരു ഹോബി, എല്ലാവർക്കും അറിയാം അല്ലേ, കിറിയ സംഭവം തയ്ക്കാൻ അറിയാം, അത് തന്നെ ഉള്ളൂ. ഇതും ഗ്ലാസ് പെയിൻറ്റിങ് നമ്മൾ എവിടെ പോയി പഠിച്ചാലും അതിൻ്റെ ഒരു ബേസിക് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കും. അതാർക്കും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരിക്കലും ആരും അത് കണ്ടിന്യൂ ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടാണ്. അത്രയും ക്ഷമ വേണം. പിന്നെ ഗ്ലാസ്സാണ്, നമുക്കൊരു അൺസർട്ടനിറ്റിയാണ് ഗ്ലാസ്, എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാം എന്നുള്ളത് തന്നെ. പിന്നെ ഇത് ആർട്ട് മാത്രമല്ല, ഒരു ക്രാഫ്റ്റും കൂടിയാണ്. നമ്മളത് വാഷ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങാൻ. അത് നന്നായി സോപ്പിൽ വാഷ് ചെയ്യുക, വിനാഗിരിയിൽ വീണ്ടും വാഷ് ചെയ്യുക, പിന്നെ തുടച്ച് അത് ഡസ്റ്റ് തട്ടാതെ ഈ പെയിൻറ്റിങ് ഉണങ്ങുന്ന വരെ. ബിക്കോസ് എൻ്റെ ഒരു വലിയൊരു പെയിൻറ്റിങ്ങൊക്കെ നമ്മൾ മാസങ്ങളോളം എടുക്കും അത് ഉണങ്ങാൻ തന്നെ. അതപ്പോൾ അത് ഡസ്റ്റ് തട്ടാതെ അത് സൂക്ഷിക്കുക എന്നുള്ളത് ഉണങ്ങുന്ന വരെ. അതൊക്കെ അത് ക്രാഫ്റ്റിലൊക്കെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഗ്ലാസ് പെയിൻറ്റിങ്ങിലേക്ക് ആരും മുന്നോട്ട് വരുന്നില്ല. അതൊരു എക്സ്പെൻസീവ് ആർട്ടും കൂടിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കണം. എല്ലാ പ്രദർശനങ്ങളിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പ്രദർശനത്തിൽ എന്താണ് അത്തരത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇത് എൻ്റെ കോഴിക്കോടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സിബിഷനാണ്. 2007 ഇവിടുത്തെ എക്സിബിഷൻ അവസാനം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേരളത്തിന് പുറത്തു ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ കൊച്ചിയിലും അങ്ങനെയൊക്കെ പോകുമ്പം ഇവിടെ ഉള്ളവർ എന്നോട് ചോദിക്കും, എന്താ ഇവിടെ നടത്താത്ത, ഞാൻ കൂടെ കാണണ്ടേ, കാണിച്ചുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ പറയുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും വർഷമായി ഞാൻ അവിടെ നടത്തിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു തീമോ ഒരു പ്രത്യേക ഒരു സംഭവം ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ എല്ലാം മിക്സപ്പാണ് വിത്ത് ഓൾ കളേഴ്സ്. എല്ലാ കളേഴ്സിൻ്റെ എല്ലാ സാധ്യതകളും ഉള്ള പിക്ചേഴ്സാണ്. പ്രത്യേകിച്ചും ആര് കണ്ടാലും ആരും എന്നോട് ഒന്ന് ചോദിക്കില്ല ഇത് എന്താണെന്ന് ആരും ചോദിക്കില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന പെയിൻറ്റിങ്സാണ്. എല്ലാത്തിൻ്റെയും അർത്ഥങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്നാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും എല്ലാ കളേഴ്സിലും എല്ലാ ശൈലികളിലുമുള്ള പെയിൻറ്റിങ്സ് ഗാലറി. ഇപ്പം നമ്മൾ കണ്ടതിൽ പറയുകയുണ്ടായി, അത് പല ഫ്രെയിമുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതി മറ്റ് സ്ഥലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് തോന്നുന്നത്. അത് അത്തരത്തിലുള്ളൊരു രീതി ഇവിടെ കൂടുതലായിട്ട് കാണാറുണ്ടോ? അങ്ങനെ ഇവിടെ അത് ക്യാൻവാസിലാണ് വരാറ്. സാധാരണ രീതിയിൽ ക്യാൻവാസിലാണ് അത് ചെയ്യുന്നത്. അതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഗ്ലാസ്സിൽ നമുക്കത് എത്രമാത്രം ഗ്ലാസ് ഫ്രെയിം അല്ലാതെ നമ്മൾ സ്റ്റഡ് വെച്ചിട്ടേ വാൾ മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫ്രെയിം വന്നാൽ ഇതിൻ്റെ യോജിക്കുന്ന ഒരു ഭാഗം എങ്ങനെ വരും? ഒറ്റ പിക്ചറാണല്ലോ. അപ്പോൾ 5 ഫ്രെയിമിൽ ഒറ്റ പിക്ചറാണ്. അപ്പോൾ അതെങ്ങനെ ഫ്രെയിം വന്നാൽ അത് എങ്ങനെ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുമെന്ന് നമുക്കറിയില്ലല്ലോ. അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് നല്ലോണം വിജയിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എറണാകുളം ഗാലറിയിലായിരുന്നു. അവിടെ നല്ല റെസ്പോൺസായിരുന്നു ആ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സിന്. അപ്പോൾ വീണ്ടും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. കാണുന്ന ആളുകൾ ഇതിലെ പുതിയ രീതികളൊക്കെ വരുമ്പോൾ അപ്പം അന്വേഷിക്കാറുണ്ടാവില്ല അത് എവിടെ നിന്ന് പഠിച്ചു? കാരണം അമ്പിളി സ്വയം തന്നെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി അത്തരം എക്സിബിഷൻസ് കണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്പിളിക്ക് അത്തരത്തിലുള്ള ചില പരിചയങ്ങളും കൂടെ ഉണ്ട്, നേരത്തെ ഇന്ത്യക്ക് പുറത്തായിരുന്നത് കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുണ്ടോ പിന്നീട് ഇങ്ങനെ ചെയ്യുന്നതിലേക്ക്? തീർച്ചയായിട്ടും. അത് ഗ്ലാസ്സിലെ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും എപ്പോഴും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെപ്പോഴും അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഗ്ലാസ്സിൽ
ക്രാഫ്റ്റ്, അതായത് നമ്മൾ കൈ കൊണ്ട് വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഗ്ലാസ് ആർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും സ്റ്റെയിൻഡ് ഗ്ലാസ്, അതായത് ഗ്ലാസ് പല വർണ്ണങ്ങളിലുള്ള ഗ്ലാസ്സുകൾ കട്ട് ചെയ്തെടുത്ത് അത് ജോയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിലാണ് മെയിനായിട്ട് എല്ലാവരും, ഈവൻ ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പെയിൻറ്റിങ്, ഗ്ലാസ് ഒരു ക്യാൻവാസ് ആക്കി അതിൽ നമ്മൾ ക്യാൻവാസിൽ എന്ത് ചെയ്യുന്നോ അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് ഈ പറയുന്ന പോലെ ഹോബിക്ക് വേണ്ടി, അല്ല ഒരാളൊരു വീട് വെച്ചു, അവരുടെ ഒരു പെയിൻറ്റിങ് അവിടെ തന്നെ വേണമെന്ന് ആഗ്രഹമുള്ള കുറേ പേര് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും ഒന്ന് പഠിപ്പിച്ചു തരുമോ, ഞങ്ങൾക്ക് ഒന്ന് പെയിൻറ്റിങ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വെക്കാനാണ്. അത്രേ ഉള്ളൂ, അവരത്രേ ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ആരും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് മെയിനൊരു ഉദ്ദേശം എക്സിബിഷൻ എന്ന് പറയുമ്പോൾ. ചിത്രകലയോട് പൊതുവെ മലയാളികൾക്കൊരു വൈമുഖ്യമുണ്ട്. മറ്റ് കലാരൂപങ്ങൾ പോലെയല്ല ചിത്രകലയെ സ്വീകരിക്കുന്നത്. ഒരു പക്ഷേ ഒരു വലിയ ഒരു എക്സിബിഷൻ വന്നാൽ പോലും ആളുകൾ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മാറി മാറി വരുന്ന ചിത്രകലയിലെ പുതിയ പരീക്ഷണങ്ങൾ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അമ്പിളിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ച് അമ്പിളിയുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അത് വളരെ സ്പെഷ്യലാണ്. കാര്യം ഏതുതരം ആളുകൾക്കും ആസ്വദിക്കാവുന്ന നിറങ്ങളുടെ ഒരു മേളയാണത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിലൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എന്താണെന്നുള്ള താഴെ എഴുതി വെച്ച് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പെട്ടെന്ന് ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് കൂടി റിലേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സംവദിക്കുന്ന ഒന്നാണ് അമ്പിളിയുടെ വർക്ക്. എങ്ങനെയാണ് ഈ പൊതുവേ ചിത്രകലയോടുള്ള മനോഭാവം എങ്ങനെയാണെന്നാണ് അമ്പിളിക്ക് തോന്നിയിട്ടുള്ളത്? ഒപ്പം അമ്പിളി ചെയ്യുന്ന ഈ ഗ്ലാസ് പെയിൻറ്റിങ്, ഇതിനോടുള്ള കാഴ്ചക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അവർക്ക് എത്രമാത്രം സ്വീകാര്യത ഉണ്ട് അതിൽ? ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് വിട്ടിട്ട് തന്നെ ഞാൻ പറയാം. ഗ്ലാസ് പെയിൻറ്റിങ് മാറ്റി നിർത്തിയാൽ തന്നെ ചിത്രകല നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു ചിത്രം വരച്ച് ജീവിക്കാൻ പറ്റില്ല. അതൊരു ഒരു ഒരു പ്രൊഫഷനാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ച് വിറ്റ് നമ്മുടെ നാട്ടിൽ, പക്ഷേ ഫോറിൻ രാജ്യങ്ങളിൽ ഇതൊരു ക്രേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ആ ഒരു ഇത് ഇല്ല. അത് എനിക്ക് തോന്നുന്നത് അത് നടക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ പടം വരച്ചത് വിറ്റ് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഒരിക്കലും ചിത്രകലയെ ഒരു പ്രൊഫഷനാക്കി അതും കൊണ്ട് അത് ജീവനോപാധിയാക്കി ജീവിക്കാം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരളത്തിൽ. പ്രത്യേകിച്ച് ഇന്ത്യയിലും മാർക്കറ്റ് കുറവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനൊരു ഞാൻ അതിലൊരു സെയിൽ കോൺസെൻട്രേറ്റഡേ അല്ല. എനിക്ക് എൻ്റെ പെയിൻറ്റിങ്, എന്നോടൊരു പെയിൻറ്റിങ് ഒരാൾ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ പോലും ഞാൻ ആദ്യം അന്നേരം ചിന്തിക്കുന്ന ഈശ്വര ഇത് എനിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള കാര്യമാണ്. പക്ഷെ അത്രയും ഒരു കുട്ടി ഉണ്ടാവുന്ന പോലെ ഞാനിങ്ങനെ നോക്കിയിരുന്ന് ആറ്റുനോറ്റുണ്ടാക്കുന്നൊരു പെയിൻറ്റിംഗ് ആണ്. മാസങ്ങളോളം എടുക്കും ചിലപ്പോൾ ഒരു വർക്ക് തീരാൻ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ വരും. അപ്പോൾ പക്ഷേ എന്നാലും എൻ്റെ പെയിൻറ്റിങ്സ് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് ഇവൻ ഒത്തിരി പെയിൻറ്റിങ് വെക്കുന്ന ആൾക്കാരുണ്ട്. ഗ്ലാസ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഗ്ലാസ്സിൽ തന്നെ വേണം. ഗ്ലാസ് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റപ്പ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും, LED ലൈറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. അപ്പം എനിക്കൊന്ന് വളരെ പ്രാധാന്യമുണ്ടല്ലേ ഗ്ലാസ് പെയിന്റിങ്ങിന്, ലൈറ്റിന് ഒരുപാട് പ്രാധാന്യം. അത് നമുക്ക് വേറെ ഒരു മീഡിയത്തിലും അത് പറ്റില്ലല്ലോ. ഇവൻ ക്യാൻവാസിൽ പറ്റില്ല, ഗ്ലാസ്സിൽ മാത്രമല്ലേ നമുക്ക് ലൈറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ കുറേ ഉണ്ട്. പിന്നെ പറഞ്ഞതിൽ നിന്നൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്, ഇത് ആളുകൾക്ക് കൊടുക്കാൻ അമ്പിളിക്ക് വലിയ താല്പര്യമില്ല? കാരണം ഒരുപാട് വർഷങ്ങൾ എക്സിബിഷൻ നടത്തുന്നുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവല്ലോ ഇപ്പോൾ കയ്യിൽ. ഇല്ല, ചിത്രങ്ങൾ എപ്പോഴും ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് ഞാൻ വെക്കുള്ളൂ. എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ചിത്രങ്ങൾ പോവാറുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരും. ഗ്ലാസ്സിൽ ഇങ്ങനെ വർക്ക് ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ അങ്ങനെ വർക്ക് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തായാലും അത് കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ എനിക്കറിയാം അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ വെറുതെ പൊടി പിടിപ്പിച്ച് കളയാതെ അത് ഡെയിലി ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്യാൻവാസ് പോലെയല്ല, അത് നമ്മൾ ഒന്നൊന്ന് തുടച്ച് നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ച് വൃത്തിയായത് ഭയങ്കര ഷൈനിങ്ങോടുകൂടി വാളിൽ അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പം അത് വെക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു സമാധാനമാണ്. അത് അയ്യോ പറ്റി ആപ്റ്റായിട്ടുള്ള ആൾക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നൊരു ചിന്ത വരും നമുക്ക്. ഇപ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നൊരു സംശയമാണ്, എങ്ങനെയാണ് ഈ കളേഴ്സൊക്കെ എവിടെയാണ്, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്? സാധാരണ നമുക്ക് കിട്ടുന്നത് ചില പ്രത്യേക കളറുകൾ മാത്രമേ ഉള്ളൂ, അത് മിക്സ് ചെയ്തെടുക്കാനും കഴിയില്ല. എങ്ങനെയാണ് ഇതിനുള്ള മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യുന്നത്? മെറ്റീരിയൽസ് ഞാനിപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം എപ്പോഴും ഇതിൻ്റെ മെറ്റീരിയൽസോ ബുക്സോ ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് ഇവിടുത്തെ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ തന്നെ സപ്ലൈ ചെയ്യുന്നൊരു ആളുണ്ട്. ഫോറിൻ പെയിൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്ന ഒരു ആളുണ്ട്. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നി ചിലപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു പെയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്.
ഏതായാലും എക്സിബിഷൻ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കട്ടെ, ഒപ്പം ഇനി അങ്ങോട്ടും കൂടുതൽ എക്സിബിഷൻ നടത്താൻ അമ്പിളിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.